അതൊക്കെ എനിക്ക് ഇത്രയും മൂക്ക് ചൊറിയൂല. അന്നത്തെ ദിവസം എനിക്ക് മൂക്ക് ചൊറിയുന്നു, മൂക്കി തൊടുന്നു. റിയാക്ഷൻ വീഡിയോ ഇല്ല കേട്ടോ, കാരണം ഞാൻ വിളിച്ചപ്പോ ഒറ്റ ഫ്രണ്ട്സ് എടുത്തില്ല. ഹലോ ഓൾ, ഞാൻ ഇന്നത്തെ വീഡിയോ ഇതായിരുന്നില്ല ഞാൻ ഉദ്ദേശിച്ചത്. പക്ഷെ എനിക്കിപ്പോ ഇതെടുക്കാനാ തോന്നിയത്, അത് സത്യം. കാരണം ഇതെന്ന് പറയുന്നത് എന്റെ മൂക്കുകുത്തിനെ പറ്റിയുള്ള അല്ലെങ്കിൽ മൂക്കുകുത്തലിനെ പറ്റിയിട്ടുള്ള വീഡിയോ ഉണ്ട്. വലിയ സംഭവമൊന്നുമല്ല, പക്ഷെ എന്നാലും എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു ചെറിയ കാര്യമാണ്. കാരണം ഞാൻ ഇതല്ല മീൻസ് ഞാൻ മൂക്ക് കുത്തണോ എന്ന് വിചാരിച്ചിടുന്ന ഒരാളല്ല. കാരണം അതിന് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ മീൻസ് വീട്ടിൽ നിന്നും ഫ്രണ്ട്സും കസിൻസും ആരും എന്നെ മൂക്ക് കുത്താനായിട്ട് സമ്മതിച്ചിട്ടുണ്ടായിരുന്നില്ല. ബോറായിരിക്കും എന്ന് ഇങ്ങനെ പറഞ്ഞ് ഇങ്ങനെ കോംപ്ലക്സ് ഉണ്ടാക്കി വെച്ചേക്കണ പോലത്തെ ഒരു അവസ്ഥയൊക്കെയായിരുന്നു. അപ്പൊ ഞാൻ ഒരു ഇൻസെക്യൂരിറ്റി പോലത്തെ ഒരു സംഭവം. അപ്പം ഞാൻ ഓർത്തു, ഓക്കെ മൂക്ക് കുത്താൻ ഞാൻ ജന്മത്ത് കുത്തില്ല എന്ന് വിചാരിച്ച കാര്യം അപ്പോഴാണ്. പക്ഷെ എന്നാലും അപ്പൊ അങ്ങനെ പറയുമ്പോൾ നമുക്ക് തോന്നൂല, എന്താ ഞാൻ മൂക്കുത്തിൽ ഇത്രയും ബോറായിരിക്കുമോ, ശരിക്കും അങ്ങനെ ആയിരിക്കുമോ എന്നൊക്കെ ഉള്ളൊരു തോന്നലൊക്കെ വരുമല്ലോ നമുക്ക് നമ്മുടെ. അപ്പൊ ഞാൻ പിന്നീട് ആലോചിക്കും, നമ്മളൊക്കെ നമ്മുടെ ഇൻസെക്യൂരിറ്റീസ് ഫേസ് ചെയ്യണ്ടേ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ആലോചിക്കും. പക്ഷെ എന്നാലും ഉള്ളിലുണ്ടായിരുന്ന ആരെങ്കിലും ഒരാളെന്നോട് കുത്തിക്കോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കൊരു ഓക്കെ, അയാൾ പറഞ്ഞിട്ടാണെങ്കിലും എന്നൊക്കെ വിചാരിക്കും. ഏതെങ്കിലും ഫ്രണ്ടാ ഫാമിലി ആരെങ്കിലും ഒരാൾ പറഞ്ഞാൽ മതി എന്നായിരുന്നു. പക്ഷെ ആരും എന്നോട് പറയണില്ലെന്ന്. അപ്പോഴാണ് ഒരു സിറ്റുവേഷനിൽ എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞു, കുത്തി നോക്ക് ചിലപ്പോ നല്ലതായിരിക്കും. പിന്നെ എന്നോട് ഒരാൾ മുക്കൂത്തം പറഞ്ഞ് ആ സീനായിരുന്നു. അപ്പൊ ഞാൻ ഓക്കെ. അപ്പൊ പിന്നെ എന്നോട് പറഞ്ഞു വേണമെങ്കിൽ ഒരു മാറ്റിയാൽ മതിയല്ലോ എന്നൊക്കെ പറഞ്ഞപ്പോ ഞാൻ ഓർത്തു വന്ന കുത്തി നോക്കാന്ന് ഓർത്തു. പക്ഷെ അത് പിന്നെ ഞാൻ അത് കഴിഞ്ഞപ്പോ എന്റെ കസിൻസിനോട് പറഞ്ഞിട്ടോ, അപ്പൊ അവരും അപ്പോഴും നിരുത്സാഹപ്പെടുത്തി. പിന്നെ അവര് പറഞ്ഞു എന്നാ ബാ കുത്താം, കുത്തനാണെങ്കിൽ ചെറിയ സ്റ്റഡ് ഇട്ട് കുത്താന്നൊക്കെ പറഞ്ഞു. അങ്ങനെ വീട്ടിലും പറഞ്ഞു. പക്ഷെ ആരും മൈൻഡ് ചെയ്യില്ല, ഞാൻ കുത്തൂലെന്നാണ് അവർ വിചാരിച്ചത്. പക്ഷെ ഞാൻ അവർക്ക് സർപ്രൈസ് കൊടുത്തു. അപ്പം കുത്താൻ പോയ സംഭവത്തിനുള്ള വീഡിയോ കാണിച്ചു തരാം. കുക്കി വെക്കണം കേട്ടോ. ആ റോളും ആ സ്റ്റോണിന്റെ അളവ് സെയിം ആയിരിക്കും. നമ്മൾ താഴത്ത് ഇങ്ങനെ സ്റ്റോൺ അടിയിലേക്ക് എന്നിട്ട് കുത്തി വെക്കണം. അപ്പൊ ആ ടൈറ്റ് ശരിക്കും ടൈറ്റ് ചെയ്ത് അങ്ങോട്ട് താഴെ. ഇപ്പൊ കണ്ടല്ലോ, ഇതാണ് വീഡിയോ. അപ്പം എനിക്കൊരു വികാരം ഉണ്ടായിരുന്നില്ല ഫസ്റ്റ്ലി. പിന്നെ ഞാൻ മൂക്ക് കുത്തി ഇതാണ് എടുത്തത് എന്ന് പറഞ്ഞാൽ അവിടെ നിന്ന് തന്നെ വാങ്ങിച്ചിട്ടും ഇട്ട മൂക്കുത്തിയാണ്. കാരണം ഞാൻ എൻ്റെ മീൻസ് ഇത് ഗണ്ണ് ചെയ്യില്ല എന്ന് തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു. കാരണം ഗണ്ണിലത്തെ വലിയ മൂക്കുത്തിയാണല്ലോ. അപ്പൊ അത് ഇട്ട് കഴിയുമ്പോൾ ചിലപ്പോൾ ബോറായ എനിക്ക് തന്നെ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഞാൻ അപ്പൊ തന്നെ ഊരിക്കളഞ്ഞാലോ എന്നൊക്കെയുള്ള സംഭവത്തോണ്ട് ഞാൻ വേണ്ടാന്ന് ഓർത്തു. പിന്നെ അതുകൊണ്ട് അപ്പൊ അവിടെ നിന്ന് വാങ്ങിച്ച നോസ്പിനാണ്. ഇതൊരു ട്രയാങ്കിൾ ഷേപ്പാണ്, ചെറുത്. അപ്പൊ അത് വാങ്ങിച്ചു. പിന്നെ ഇത് കഴിഞ്ഞിട്ട് എന്താ പറയാ, കുത്തിയപ്പോഴേക്കും ആ ചേട്ടൻ വന്ന് ഒരു സ്ഥലത്ത് മാർക്ക് ചെയ്തു. എന്നിട്ട് പുള്ളിക്കാരൻ തന്നെ എന്നോടൊന്നും ചോദിച്ചില്ല, പുള്ളി ഇഷ്ടപ്പെട്ട സ്ഥലത്ത് വന്ന് കുത്തിപ്പോയെന്ന് അറിയില്ല ആ സംഭവം. അപ്പൊ എന്നോട് എന്നിട്ട് പറയണേ, ഇത് താഴ്ത്തി വെക്കരുത്, ഇങ്ങനെ പൊക്കി തന്നെ വെക്കണം, അല്ലെങ്കിൽ ദശ വന്ന് മൂടും, അങ്ങനെ എന്തൊക്കെ. അപ്പൊ ഞാൻ ഒരുമാതിരി ഇത് ഇങ്ങനെ ഇരിക്കണ എന്താണ് ഈ ലോകത്ത് സംഭവിക്കണെന്നൊക്കെയുള്ള രീതിയിൽ ഒരുമാതിരി കേളി പോയ പോലെ. അത് കഴിഞ്ഞ് ഞാൻ വെറുതെ നോക്കിയപ്പോ എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടാ. എന്റെ എക്സ്പെക്ടേഷൻ വളരെ ലോ ആയിരുന്നു. പക്ഷെ അത് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ അടിപൊളിയായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. അപ്പം അങ്ങനെയാണ് മൂക്കുത്തിയത്. ഇനി ഇത് കഴിഞ്ഞിട്ടുള്ള എക്സ്പീരിയൻസ് ആണ് പറയാൻ വലിയ കാര്യമൊന്നുമില്ല കേട്ടോ, ഒന്നുമില്ല. രാത്രി ഈ ഒരു സൈഡ് എനിക്ക് ഫുള്ള് ഇങ്ങനെ മരവിച്ചിരിക്കണ പോലെയൊക്കെ തോന്നി. എന്തൊക്കെയോ തലവേദന, എന്തൊക്കെയോ. അല്ലാത്തപ്പോ എനിക്ക് ഇത്രയും മൂക്ക് ചൊറിയൂല. അന്നത്തെ ദിവസം എനിക്ക് മൂക്ക് ചൊറിയുന്നു, മൂക്കി തൊടുന്നു. എനിക്ക് അങ്ങോട്ടെല്ലാം കൊണ്ട്. പിന്നെ ഒരു ഫ്രണ്ട് പറഞ്ഞ് ഇതിടാൻ പറഞ്ഞു, ബെറ്റാഡിയൻ ഇടാൻ പറഞ്ഞു. അമ്മ പറഞ്ഞ് ഉപ്പും വെള്ളവും കൂടി ഇടാൻ പറഞ്ഞു. ഉപ്പും മുളകും അല്ലോട്ടോ, സോറി, ഉപ്പും മുളകും ഇടൂലായിരുന്നു, ഉപ്പും വെള്ളവും കൂടി ഇടാനൊക്കെ പറഞ്ഞു. അപ്പൊ ഇതൊക്കെ പറഞ്ഞിട്ട്
ഇങ്ങനെയൊക്കെ പറഞ്ഞ്, പക്ഷെ ഞാൻ ഒന്നും ചെയ്തില്ല. പിന്നെ റിയാക്ഷൻ വീഡിയോ ഇല്ല കേട്ടോ, കാരണം ഞാൻ വിളിച്ചപ്പോൾ ഒറ്റ ഫ്രണ്ട്സ് എടുത്തില്ല. പിന്നെ ഞാൻ വീട്ടിൽ വന്ന് അമ്മേനെ കാണിച്ചു കൊടുത്തപ്പോൾ അമ്മക്കാദ്യം മനസ്സിലായില്ല. പിന്നെയാണ് കാണിച്ചു കൊടുത്തിട്ട് പിന്നെ അപ്പച്ചനും ശ്രദ്ധിച്ചില്ല, ആരും ശ്രദ്ധിച്ചില്ല. പിന്നെ അങ്ങനെയൊക്കെ ആയിട്ട് പോയി. അപ്പം പക്ഷെ എന്റെ ഫ്രണ്ട്സിനാണെങ്കിൽ എല്ലാവരും വിചാരിച്ചത് ബോറാവൂന്ന് വിചാരിച്ചു. പക്ഷെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. അപ്പൊ എനിക്ക് മനസ്സിലായി, ഓക്കെ ദിസ് ഇസ് സക്സസ്ഫുൾ എന്ന് മനസ്സിലായി. അപ്പൊ അത്രേ ഉള്ളൂ, ഒന്നുമില്ല, ചെറിയൊരു ഇത്. അപ്പം ഇതാണ് എന്റെ മുക്കൂത്തി സ്റ്റോറി. അപ്പം നിങ്ങളോട് പറയാനുള്ള പലരും പലതും പറയും. മീൻസ് വീട്ടുകാരും എല്ലാവരും ചിലപ്പോൾ നമ്മളെ ഓക്കെ ഇതൊക്കെ ആയതുകൊണ്ട് മീൻസ് കൊള്ളൂലെന്ന് തോന്നിയിട്ടുണ്ട്. പക്ഷെ നമ്മൾ നോക്കിയാലല്ലേ അറിയുള്ളൂ നല്ലതാണോ ചീത്തയാണോ. അപ്പൊ ഞാൻ ചെയ്തു, ഇപ്പൊ എനിക്ക് ഇഷ്ടപ്പെട്ടു. അതുകൊണ്ട് ഇപ്പൊ ഇപ്പൊ 2 weeks ആട്ടോ ഉണങ്ങിയൊക്കെ വന്നിട്ടുണ്ടെന്ന് തോന്നി, എനിക്ക് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. അപ്പൊ ഇത് ചെയ്യുന്നുണ്ടെങ്കിൽ എല്ലാവരും ഗണ്ണ് ചെയ്യാതിരിക്കുക. ഗണ്ണ് ചെയ്യുമ്പോഴാണ് ഇങ്ങനെ ദശ ഇവിടെ ചുറ്റിനും അങ്ങനെ കുറെ സീനൊക്കെ ഉണ്ട്. എന്റെ ചേച്ചിയുടെ കുറെ സീനൊക്കെ ഉണ്ട്. പക്ഷെ ഞാൻ ഇത് ചെയ്തുകൊണ്ട് മീൻസ് തട്ടാൻ അല്ലെങ്കിൽ പിയേഴ്സിങ് ചെയ്തുകൊണ്ട് വലിയ കുഴപ്പമൊന്നുമില്ല. അപ്പം അത്രയൊക്കെയുള്ളൂ പറയാൻ. അപ്പം നിങ്ങളുടെ ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്യുക. നിറയെ തോന്നിയാസം കാണിക്കാനല്ല ഞാൻ പറഞ്ഞത്, ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം. അപ്പോൾ ഇൻസെക്യൂരിറ്റീസ് ഒക്കെ ഇങ്ങനെയല്ലേ നമ്മളെ ഫേസ് ചെയ്യോടും. അത്രേ ഉള്ളൂ. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.